ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ആ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ആദ്യത്തേത് മെയ്ഡ് ഓഫ് ആൻഡ് രണ്ടാമത്തേത് മെയ്ഡ് ഫ്രം. അപ്പൊ മെയ്ഡ് ഓഫ് എങ്ങനെയാണ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നത്, മെയ്ഡ് ഫ്രം എങ്ങനെയാണ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നത്, എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സെന്റൻസുകൾ നിങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സംസാരത്തിൽ ഈ ഒരു ദിവസം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മെയ്ഡ് ഓഫ് ഉപയോഗിച്ച് ഉള്ള സെന്റൻസുകൾ പറയുക. അതുപോലെ മെയ്ഡ് ഫ്രം എന്ന് ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ ഉപയോഗിക്കുക. അതല്ലാതെ മേക്കിന്റെയും മെയ്ഡിന്റെയും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ട് സെന്റൻസുകൾ നമ്മുടെ സംസാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് കുറെ സെന്റൻസുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആദ്യമായിട്ട് ചിന്തിക്കണം, ഈ മേക്ക് എന്താണ്? മേക്ക് എന്ന് വെച്ചാൽ ഉണ്ടാക്കുക. അപ്പൊ ഉണ്ടാക്കി എന്ന് എങ്ങനെ പറയും? മെയ്ഡ്. ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഉണ്ടാക്കുമെന്ന് എങ്ങനെ പറയും? അങ്ങനെ പല കോണ്ടെക്സ്റ്റുകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് സെയിം വാക്ക് തന്നെ പല രീതിയിലേക്ക് ഉപയോഗിച്ച് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ കൂടുതലായിട്ട് ഒരു വാക്ക് തന്നെ ശ്രദ്ധിച്ച് പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് പഠിക്കും. ഈ പഠിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഒരു സമയത്ത് നമ്മുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ നമ്മൾ ബ്രെയിനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് അത് നമ്മുടെ സംസാരത്തിലും വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു എഫേർട്ട് എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് മെയ്ഡ് ഓഫ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെയ്ഡ് ഓഫ് എന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യം നമ്മൾ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ഈ ടേബിള് തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ടും മെയ്ഡ് ഓഫ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ദിസ് ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്സ്. ദിസ് ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്സ്. ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ്. ഓക്കെ, കല്ലുകൊണ്ടാണ്, ഇഷ്ടിക കൊണ്ടാണ്. അപ്പൊ ദിസ് ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്സ്. My shirt is made of cotton. My shirt is made of cotton. എന്റെ ഷർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കോട്ടൺ കൊണ്ടാണ്. കോട്ടൺ. അപ്പൊ കോട്ടൺ ഉപയോഗിച്ചാണ് ഷർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, മൈ ഷർട്ട് ഈസ് മെയ്ഡ് ഓഫ് കോട്ടൺ. നമ്മുടെ ഷൂസ് ലെതർ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെ പറയും? അവർ ഷൂസ്. അവർ ഷൂസ് ആർ മെയ്ഡ് ഓഫ് ലെതർ. Our shoes are made of leather. ഈ കേക്ക് പഞ്ചസാര കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെ പറയും? ഈ കേക്ക് പഞ്ചസാര കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. This cake is made of sugar. This cake is made of sugar. അവളുടെ മോതിരം സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സ്വർണത്തിന്റെ മോതിരമാണെന്നൊക്കെ പറയില്ലേ. അപ്പൊ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Her ring is made of gold. Her ring is made of gold. ഇനി നമുക്ക് മെയ്ഡ് ഫ്രം എന്ന് പറയുന്ന എക്സ്പ്രഷൻ നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ കേസിൽ കണ്ടപ്പോഴേക്കും മെയ്ഡ് ഓഫ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോ ആ ഒരു പ്രോഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു വസ്തുവിന്റെ ആ ഒരു സാന്നിധ്യം അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? ഇപ്പൊ ലെതർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചെരുപ്പ്, ഷൂസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ ഷൂസിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ നമ്മൾ തൊട്ട് നോക്കുമ്പോഴേക്കും അത് ലെതർ ആണ്. അതുപോലെ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് മരം കൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ ടേബിൾ എടുത്ത് നോക്കുമ്പോഴേക്കും അത് മരമായിട്ട് നമുക്ക് അത് കാണാം. അതല്ലേ, അല്ലെ? വിസിബിൾ ആണ്, ടാൻജിബിൾ ആണ്, അല്ലെ? നമുക്ക് കാണാനും സ്പർശിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ ഇപ്പൊ ഗോൾഡ്, റിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡ് കൊണ്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഗോൾഡ് കാണാം, അല്ലെ? അപ്പൊ ഇങ്ങനെ ആ വസ്തു എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാനും അത് അനുഭവിക്കാനും സാധിക്കുവാണെങ്കിൽ നമുക്ക് മെയ്ഡ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഉപയോഗിക്കാം. ഇനി മെയ്ഡ് ഫ്രം എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. അതായത് മെയ്ഡ് ഫ്രം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എന്താ പറയുന്നത്, ഇനീഷ്യലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വസ്തുവിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ട്രീസ് എന്ന് പറയുന്നു. പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ട്രീസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പേപ്പർ എടുത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് ട്രീ കാണാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പൊ അതാണ് ഒരു ഡിഫറൻസ്, മേജർ ഡിഫറൻസ് ആയിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള
മെയ്ഡ് ഫ്രം ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ചീസ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക്. ചീസ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക്. അപ്പൊ ചീസ് മിൽക്കിൽ നിന്ന്, പാലിൽ നിന്നാണ് നമ്മൾ പാൽക്കട്ടി ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ചീസ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പാല് എടുത്ത് നോക്കുമ്പോ ആ പാല് തന്നെയല്ല നമ്മൾ ചീസിൽ കാണുന്നത് അല്ലെ. ചീസ് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഫോം മാറി. അപ്പൊ ചീസ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക്. ദ സ്വെറ്റർ ഈസ് മെയ്ഡ് ഫ്രം വൂൾ. ദ സ്വെറ്റർ ഈസ് മെയ്ഡ് ഫ്രം വൂൾ. ഇനി നോക്കൂ, സ്വെറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് വൂൾ, ചെമ്മരിയാടിന്റെ രോമം കൊണ്ടാണ് അല്ലെ. അപ്പൊ ചെമ്മരിയാടിന്റെ ശരീരത്ത് ആ രോമം ഇരിക്കുമ്പോഴേക്കും അത് നമ്മൾ കണ്ടു. അതിന്റെ കുറെ പ്രോസസ്സിങ്ങിന് ശേഷമാണ് നമ്മൾ സ്വെറ്റർ ഉണ്ടാക്കുന്ന ആ ഒരു വൂളിന്റെ ആ ഒരു ഫോം നമുക്ക് കാണുന്നത്. അതിന് കളർ ചെയ്യും അല്ലെ, അതിന്റെ ആ ഒരു കട്ടിയുള്ളതിനെ മാറ്റി സോഫ്റ്റ് ആക്കും. അങ്ങനെ കുറെ കാര്യം ഒരു പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന രീതിയിൽ ആ സ്വെറ്റർ ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കുമല്ലോ. ആ കറക്റ്റ് ഫോമിലല്ല അത് വന്നിരിക്കുന്നത്. ഓക്കെ, സ്വെറ്റർ ഈസ് മെയ്ഡ് ഫ്രം വൂൾ. വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. വൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ഗ്രേപ്സ്, മുന്തിരിയിൽ നിന്നാണ്. അപ്പൊ മുന്തിരിയും വൈനും രണ്ടും രണ്ടാണ് അല്ലെ. വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. ബ്രിക്സ് ആർ മെയ്ഡ് ഫ്രം ക്ലേ. ബ്രിക്സ് ആർ മെയ്ഡ് ഫ്രം ക്ലേ. ഇനി ബ്രിക്സ്, ഇഷ്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ക്ലേയിൽ നിന്നാണ് അല്ലെ. ക്ലേ, മണ്ണ് അല്ലെ, കളിമണ്ണ്, അതിൽ നിന്നാണ് നമ്മൾ ഇഷ്ടിക ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ രണ്ടിന്റെ ഫോം വേറെയാണ് അല്ലെ. അപ്പൊ നോക്കൂ, ആ ഒരു ഫോം നമുക്ക് ചെളിയായിട്ട് അല്ലെങ്കിൽ കളിമണ്ണായിട്ട് കാണുന്ന രീതിയിലല്ല നമ്മൾ ഇവിടെ ഇഷ്ടിക കാണുന്നത്. അപ്പൊ രണ്ടും രണ്ട് ഫോമിലാണ് ഇരിക്കുന്നത്. മെനി ടൂൾസ് ആർ മെയ്ഡ് ഫ്രം മെറ്റൽ. മെനി ടൂൾസ് ആർ മെയ്ഡ് ഫ്രം മെറ്റൽ. ലോഹങ്ങളിൽ നിന്ന് നമ്മൾ ഒത്തിരി ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. ലോഹം എന്ന് പറയുമ്പോഴേക്കും അതിനെ ഉരുക്കി അതിനെ ആയുധങ്ങളുടെ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെനി ടൂൾസ്, ഒത്തിരി ആയുധങ്ങൾ. മെനി ടൂൾസ് ആർ മെയ്ഡ്, അത് ഉണ്ടാക്കപ്പെടുന്നു. എന്തിൽ നിന്ന്? ലോഹങ്ങളിൽ നിന്ന്, മെറ്റൽസിൽ നിന്ന്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു എന്താ പറയുന്നത്, പാസീവ് ഫോമിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത്. മെനി ടൂൾസ് ആർ മെയ്ഡ് ഫ്രം മെറ്റൽ. മെനി ടൂൾസ് ആർ മെയ്ഡ് ഫ്രം മെറ്റൽ. ഗ്ലാസ് ഉണ്ടാക്കുന്നത് മണലിൽ നിന്നാണ്. ഗ്ലാസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മണലിൽ നിന്നല്ലേ. ഗ്ലാസ് നിർമ്മിച്ചിരിക്കുന്നത് മണൽ ഉപയോഗിച്ചാണ്. അത് നിങ്ങൾ എങ്ങനെയാ അതിനൊരു സെന്റൻസ് ആകും? ഗ്ലാസ് ഈസ് മെയ്ഡ് ഫ്രം സാൻഡ്. ഗ്ലാസ് ഈസ് മെയ്ഡ് ഫ്രം സാൻഡ്. ഗ്ലാസ് ഈസ് മെയ്ഡ് ഫ്രം സാൻഡ്. ചോക്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊക്കോ ബീൻസിൽ നിന്നാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊക്കോ ബീൻസിൽ നിന്നാണ്. ഇതെങ്ങനെ പറയും? ചോക്ലേറ്റ് ഈസ് മെയ്ഡ് ഫ്രം കൊക്കോ ബീൻസ്. ചോക്ലേറ്റ് ഈസ് മെയ്ഡ് ഫ്രം കൊക്കോ ബീൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മെയ്ഡ് ഓഫ് പഠിച്ചു, മെയ്ഡ് ഫ്രം പഠിച്ചു. ഇന്നത്തെ വർക്ക് ഇതാണ്. നിങ്ങൾ ചെന്ന് വീട്ടിൽ സമയം കിട്ടുമ്പോഴേക്ക് ഇരുന്ന് ഈ മേക്ക് തുടങ്ങി അതിന്റെ ആ ഒരു ബേസിക് ഫോം തുടങ്ങി അങ്ങോട്ട് ആലോചിക്കുക, ചിന്തിക്കുക, സെന്റൻസുകൾ ഉണ്ടാക്കുക, സംസാരിക്കുക. അതിനുശേഷം ഈ ഇതിലേക്ക് ഹയർ ഫോമിലേക്ക് ഇപ്പം മെയ്ഡ് ഓഫ്, മെയ്ഡ് ഫ്രം, ഈ രീതിയിലൊക്കെ നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒത്തിരി പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.